ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തിങ്കൾ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഒരു പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു സീക്വൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് വ്യക്തമായി നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് വീഡിയോ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നാണ്. സാധാരണ വീഡിയോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രൊജക്റ്റ് വിൻഡോയിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പ്രൊജക്റ്റ് വിൻഡോയിൽ ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഫോൾഡറിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത 2 സീക്വൻസ് ഇവിടെ കാണാം. ഒന്ന് ഈ യൂട്യൂബിന് ആവശ്യമായ രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുപോലെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. 2 സീക്വൻസും ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ സീക്വൻസിനോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ഫയലും അതുപോലെ തന്നെ ഓഡിയോ, ഇമേജ് എല്ലാം കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. പക്ഷേ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ വീഡിയോയ്ക്കൊരു ഫോൾഡർ, അതുപോലെ തന്നെ ഓഡിയോ, അതുപോലെ തന്നെ ഇമേജിനൊരു ഫോൾഡർ, അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഫോൾഡറുകളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വളരെയധികം സൗകര്യപ്രദമായിരിക്കും. അപ്പം നമുക്കിവിടെ ആദ്യമായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ തന്നെ കീഴ്ഭാഗത്തായി ന്യൂ ബിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ന്യൂ ബിന്നിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ഫോൾഡർ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനൊരു പേരും കൊടുക്കുക. ആ ബിന്നെന്ന് കാണുന്നിടത്ത് ഞാനിവിടെ വീഡിയോ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു ഫോൾഡർ കൂടെ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഞാൻ ഓഡിയോ എന്ന പേര് കൊടുക്കുന്നു. ഒരു ഫോൾഡർ കൂടെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു ഫോൾഡർ കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അതിന് ഇമേജസ് എന്ന പേര് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ 3 ഫോൾഡറുകൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലേക്ക് നമുക്ക് വീഡിയോകൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫോൾഡറിനുള്ളിലേക്കാണ് വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി തിരിച്ച് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഈ ഒരു ആരോ മാർക്ക് കാണാം. ഈ എഫക്ട്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് കീഴെയായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആ ഫോൾഡറിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ആ ഫോൾഡർ ആദ്യം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനുള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൂടെ നമുക്കിതിനകത്ത് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇമ്പോർട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഫയൽ മെനുവിൽ പോയിട്ട് അവിടുന്നും ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl+I ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+I എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അതല്ല, പുറത്തു നിന്ന് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് ഇടാം, ഈ ഫോൾഡറിനുള്ളിലേക്ക് ഇടാം. അങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്യുന്നു. ഇവിടുന്ന് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുള്ള വീഡിയോ എവിടെയാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിന്നൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ അതിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്റ്റ് വിൻഡോയിൽ ഓപ്പൺ ആയിരിക്കുന്നത് ഇവിടെ നമുക്ക് തിരിച്ച് പഴയ ഫോൾഡർ സെക്ഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അത് പഴയതുപോലെ ആ പാനലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ വീഡിയോയിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഈ സോഴ്സ് വിൻഡോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രിവ്യൂവിൽ നോക്കിയിട്ടായിരിക്കണം നമ്മൾ ആവശ്യമായിട്ടുള്ള പോർഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ടൈം ലൈനിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ പ്രിവ്യൂ നമുക്കിവിടെ സോഴ്സ് വിൻഡോയിൽ കാണാൻ സാധിക്കും. ഈ സോഴ്സ് വിൻഡോയിൽ വെച്ച് നമുക്കിതിന് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ഇവിടെ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പ്ലേയും സ്റ്റോപ്പും ഒരേ ബട്ടൺ തന്നെയാണ്. ആ പ്ലേ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയോ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. കീബോർഡിൽ നിന്ന് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താലും അത് പ്ലേ ആവും. അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിരുന്നാലും അത് പ്ലേ ആവുന്നതാണ്. ഇപ്പോൾ അത് പ്ലേ ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോർഷൻ ഇപ്പോൾ നമ്മുടെ അത് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ആവശ്യമില്ല എങ്കിൽ കുറച്ച് പോർഷൻ മാത്രം മതിയെങ്കിൽ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്ന പോർഷൻ നമുക്ക് ആവശ്യമില്ല, അതിന് ഉള്ളിലുള്ള പോർഷൻ മാത്രം മതിയെങ്കിൽ നമുക്ക് ആ പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങേറ്റം വരുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ്. വലിയ വീഡിയോസൊക്കെ ആണെങ്കിൽ അതിനകത്ത് നിന്ന് എല്ലാ പോർഷനും നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുക്കാം.
അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ഓപ്ഷനാണ് ഇവിടെ കാണുന്ന മാർക്ക് ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതായത് സോഴ്സ് വിൻഡോയിൽ തന്നെ ഈ പ്ലേ ബട്ടണിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം മാർക്ക് ഇന്നും മാർക്ക് ഔട്ടും. മാർക്ക് ഇൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് പോർഷനാണ്. അതായത് ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഇത് മുതലാണ് വേണ്ടതെങ്കിൽ അവിടെ വെച്ചിട്ട് ഞാനൊരു മാർക്ക് ഇൻ ഐ ആണ് ഷോർട്ട് കട്ട്, കീബോർഡിൽ നിന്ന് ഐ ഷോർട്ട് കട്ടായി ഉപയോഗിക്കാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പോയിൻ്റ് അവിടെ സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഏതുവരെയാണ് വേണ്ടത് അതിങ്ങനെ നമുക്ക് പ്ലേ ചെയ്ത് ഇങ്ങോട്ട് വലിച്ചു നീക്കി നോക്കാം. ഏതുവരെയാണ് ഇങ്ങനെ അറ്റം വരെ വേണ്ട, എനിക്ക് ഇതുവരെ മതി. അപ്പോൾ ഇത്രയും പോർഷൻ മതിയെങ്കിൽ അവിടെ വെച്ചിട്ട് മാർക്ക് ഔട്ട് കൊടുക്കാം. അതിന് ഓയാണ് അതിൻ്റെ ഷോർട്ട് കട്ട്, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു കുറച്ച് നീളമുള്ള ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് ഒരു വീഡിയോ ഫുട്ടേജിൽ നിന്ന് ചെറിയൊരു പോർഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സെലക്ട് ചെയ്ത് വെച്ച പോർഷനെ ടൈം ലൈനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു വീഡിയോ ഫുട്ടേജിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ ടൈം ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ 2-3 ഓപ്ഷനിലൂടെ നമുക്ക് കൊണ്ടുവരാം. ഒന്ന് വീഡിയോ ആയിട്ട് മാത്രം കൊണ്ടുവരാം, ഓഡിയോ ആയിട്ട് മാത്രം കൊണ്ടുവരാം, രണ്ടും ഒരുമിച്ചും കൊണ്ടുവരാം. രണ്ടും ഒരുമിച്ചും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടാൽ മതിയാവും. അപ്പോൾ എനിക്ക് അത് ടൈം ലൈനിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചെറിയ പോർഷനായിട്ട് എനിക്ക് ടൈം ലൈനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല, നമുക്ക് ഇവിടുന്ന് ഇതിപ്പോൾ ഓഡിയോയും വീഡിയോയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ 2 ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് സെപ്പറേറ്റ് ക്ലിപ്പായിട്ട് കാണുന്നുണ്ട്. ഈ ടൈം ലൈനിൽ ഈ വീഡിയോ ട്രാക്കും അതുപോലെ തന്നെ ഓഡിയോ ട്രാക്കും രണ്ടിലുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതെന്താണ് വീഡിയോ ട്രാക്ക്, എന്താണ് ഓഡിയോ ട്രാക്ക് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോ ട്രാക്കും ഓഡിയോ ട്രാക്കിലുമായിട്ടാണ് ഈ ഫയൽ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഓഡിയോ വേണ്ട, വീഡിയോ മാത്രം മതിയെങ്കിൽ ഇവിടെ കാണുന്ന വീഡിയോ ഒള്ളി, ഡ്രാഗ് വീഡിയോ ഒള്ളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഈ സോഴ്സ് വിൻഡോയിൽ തന്നെ പ്ലേ ബട്ടണിന് മുകളിലായിട്ട് ഡ്രാഗ് വീഡിയോ ഒള്ളി എന്ന് കാണാം. അപ്പോൾ ഇവിടുന്ന് ഡ്രാഗ് വീഡിയോ ഒള്ളി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ടൈം ലൈനിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിടുകയാണെങ്കിൽ വീഡിയോ മാത്രമായിരിക്കും ഇങ്ങോട്ട് വരിക. അതായത് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ അത്രയും വീഡിയോ മാത്രമായിട്ട് വരും. ഇനി ഓഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഡ്രാഗ് ഓഡിയോ ഒള്ളി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഓഡിയോ മാത്രമായിട്ട് വരും. ഇപ്പോൾ അത് രണ്ട് സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് വീഡിയോ ട്രാക്കിലും ഒന്ന് ഓഡിയോ ട്രാക്കിലും. എന്താണ് വീഡിയോ ട്രാക്ക് ഓഡിയോ ട്രാക്ക് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ 2 രീതിയിൽ എനിക്കവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് കൊണ്ടുവരാനാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താൽ മതിയാവും. ഇനി അതല്ല, നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇവിടെ ഒരു ഇൻസർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഇൻസർട്ട് ബട്ടൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഓഡിയോ വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഉപയോഗിച്ചതുപോലെ ഇവിടെ നിന്നൊരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇൻസർട്ട് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ടൈം ലൈനിലേക്ക് കൊണ്ടുവരാം. പക്ഷേ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ടൈം ലൈനിൽ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് പ്ലേസ് ചെയ്യണം. ആ മാർക്കറിന് എവിടെയെങ്കിലും ഒരിടത്ത് പ്ലേസ് ചെയ്യുക. അവിടേക്കായിരിക്കും അത് ഇൻസർട്ടായി വരുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇൻസർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ ഇവിടെ ഇൻസർട്ടായിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈം ലൈനിലേക്ക് വീഡിയോകൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനത് ഒരിക്കൽ കൂടെ ചെയ്യുകയാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് അതിനെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇൻസർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസർട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇൻസർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഇൻസർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത പോർഷൻ മാത്രമായിട്ട് ഈ ടൈം ലൈനിലേക്ക് ഇൻസർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻസർട്ട് ചെയ്തിരിക്കുന്നതിനെ ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്. ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നൊരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ കാണുന്നത് പ്രോഗ്രാം വിൻഡോയിലായിരിക്കും അതിൻ്റെ പ്രിവ്യൂ കാണുന്നത്. അവിടെ നമുക്ക് പ്ലേ ബട്ടൺ ഉപയോഗിക്കാം. പ്ലേ ബട്ടൺ ഉപയോഗിച്ചതിനെ പ്ലേ ചെയ്തതുപോലെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. മാത്രമല്ല മാർക്ക് ഇന്നും മാർക്ക് ഔട്ടും എന്ന് പറയുന്ന 2 പോയിൻറ്റുകൾ ഇവിടെയും ഉണ്ട്. നമുക്കിവിടെയും ഇതേപോലെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനാണ് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇട്ടത്. ഇനി ഈ സെലക്ട് ചെയ്ത പോർഷൻ എനിക്ക് ഇവിടെ ആവശ്യമില്ല എങ്കിൽ ഞാൻ ഇവിടുന്ന് സെലക്ഷൻ മാറ്റണം. ഈ മാർക്ക് ഇൻ മാർക്ക് ഔട്ട് മാറ്റി കൊടുക്കണം. അതിലേക്ക് വേണ്ടി അതിൻ്റെ മീതെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഇൻ ആൻഡ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാർക്കർ അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഫുൾ വീഡിയോ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഫുൾ വീഡിയോ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വലിച്ചിടാം. അപ്പോൾ അതൊരു വലിയ വീഡിയോ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അത് കുറച്ച് നല്ല ലെങ്തി ആയിട്ട് ഫുൾ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വേണം കൊണ്ടുവരാം. അതല്ലെങ്കിൽ ടൈം ലൈനിലേക്ക് എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സെലക്ഷനൊന്നും ആവശ്യമില്ല. ആ ഫുൾ വീഡിയോയും എനിക്ക് ടൈം ലൈനിലേക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമാണെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തും നമുക്ക് ഈ ടൈം ലൈനിലേക്ക് ഇടാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് ടൈം ലൈനിലേക്കാണെങ്കിലും പ്രൊജക്റ്റ് വിൻഡോയിലേക്കാണെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോക്കിയത്. ആദ്യം പ്രൊജക്റ്റ് വിൻഡോയിൽ കൊണ്ടുവരുന്നു, അതിനുശേഷം ടൈം ലൈനിലേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ബാക്കിയായി വരുന്ന എഡിറ്റിംഗ് ഓപ്ഷൻസൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.